ഇപ്പോൾ ഈ ഒരു വീടെടുക്കുക, കുറേ ആളുകളെ കൊണ്ട് കാട്ടിക്കുക, അത് വോട്ടർ പട്ടികയിൽ ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ആ വീട് തന്നെ ഉപേക്ഷിക്കുക, ഇത് ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രക്രിയയാണോ അതോ അട്ടിമറിക്കപ്പെട്ട ഒന്നാണോ? അല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം. ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആ ആരോപണങ്ങൾ ഉയർന്നു. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം മാറ്റേണ്ട സാഹചര്യമൊന്നും പ്രത്യേകമായിട്ടില്ല. ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തൃശ്ശൂരിലെ സാഹചര്യം അതല്ലല്ലോ. തൃശ്ശൂരിലെ DCC ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ തെളിവുകൾ നിരത്തി ഓരോ ദിവസവും മുന്നോട്ട് വരികയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ തെളിവ് പുറത്തുവിട്ടതിന് ശേഷം തൃശ്ശൂരിലെ സാഹചര്യങ്ങൾ കൂടി കൂടുതൽ പഠിക്കുകയാണെന്നാണ് DCC നേതൃത്വം പറയുന്നത്. അതിന് അനുസൃതമായ ഓരോ തെളിവും അവർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് തന്നെയല്ലേ. നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തിൽ പൂങ്കുന്നത്തുണ്ടായ വോട്ടർ കേന്ദ്രത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ KP രാജേന്ദ്രനും MK കണ്ണനും ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ട് പോയി അത് രേഖാമൂലം പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിലപാടിൽ മാറ്റമില്ല, നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ പറ്റില്ല. വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യേണ്ട. മൗനമുള്ളവരുടെ കോട്ടകൾ ലംഘിച്ച് തുറപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അവർക്കെല്ലാം ചരിത്രത്തിനോടും യാഥാർത്ഥ്യങ്ങളോടും ജനാധിപത്യത്തിനോടും മറുപടി പറയേണ്ടി വരും. കളക്ടറായിരുന്ന കൃഷ്ണതേജയ്ക്കെതിരെ കൂടി VS സുനിൽകുമാർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചില സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? അല്ല, എങ്ങനെയാണ് ഞാൻ പറയാം? ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചല്ലല്ലോ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടറാണെങ്കിലും EROമാരാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അതിലിടപെടാൻ മറ്റാർക്കും കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി അവർ മാറിയാൽ, ഇപ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ഇലക്ട്രോ രജിസ്റ്റർ ഓഫീസർമാരുണ്ട്. അവർ റവന്യൂവിൽ നിന്നായിരിക്കും എടുക്കുക. മഹാഭൂരിപക്ഷം ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷനായിരിക്കും. പക്ഷേ അവരിതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് അവരുടെ അവസാനത്തെ കേന്ദ്രം. അവരെ മാത്രമേ അനുസരിക്കാനുള്ള ബാധ്യതയും സ്വാഭാവികമായിട്ടും അവർ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്ന ഉദ്യോഗസ്ഥനേക്കാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇടപെട്ടു എന്നും അതിൽ ഇവരെന്തെല്ലാം ആ ചുമതലകൾ വഹിക്കുമ്പോൾ ഉണ്ടായിട്ടൊന്നും ആളുകളുടെ അഭിപ്രായം സ്വാഭാവികമായിട്ട് എടുക്കാം. അതിൽ പ്രത്യേകിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എൻ്റെ കണ്ടെത്തലുകൾ അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞൊരു അഭിപ്രായമല്ല, ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഓരോ ചുമതല അതത് വഹിക്കുന്ന നേരത്തെ ആരോ ഇതുപോലെ നേരത്തെ നിങ്ങൾ ഉന്നയിച്ചതുപോലെ ഒരു അഭിപ്രായം സാമാന്യ വിവരക്കുറവുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരല്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ തലത്തിലും ഉണ്ടാകുന്ന ചുമതലകൾ അതനുസരിച്ചാണ് അവർ നിർവഹിക്കുക. സബ് കളക്ടറായിട്ടുള്ള ഒരാൾ RDO, അയാൾ റവന്യൂ ഉദ്യോഗസ്ഥനാണ്. സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയാൽ റവന്യൂ വകുപ്പ് പറയുന്നത് കേൾക്കുന്ന ഉദ്യോഗസ്ഥനല്ല. അത് അയാളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് അയാളുടെ അധികാരപരിധിക്ക് അനുസരിച്ച് അയാൾ നിൽക്കേണ്ട ഒരു പൊസിഷനാണ്. ആ വിധത്തിൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങളുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ അന്തിമ വാക്ക്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ശരിയായ വിധത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത്. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരും. അത് കാലം തെളിയിക്കുകയും ചെയ്യും.